സഹോദരിമാർ, ബായാർ ഈ മജ്ലിസുമായി സ്ഥാപനവുമായി ഞങ്ങളുടെ അഹ്ലുസുന്നയുടെ സകല പ്രവർത്തനങ്ങളുമായി സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ, പകർച്ചവ്യാധി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള സകല രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ. രോഗികൾക്ക് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, ശൈഖുന താജുൽ ഉലമ, എന്റെ ഉപ്പാപ്പയുടെ ഉറൂസിന്റെ മാസമാണ് സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ. അങ്ങനെ മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, സിഎം വലിയുല്ലാഹി, അങ്ങനെ ഇ.കെ. ഹസൻ മുസ്ലിയാർ, അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ അല്ലാഹുവേ ദറജ ഉയർത്തണം റഹ്മാൻ. അവരെ കൊണ്ട് നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാൻ. അവരെ ബറക്കത്ത് ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാൻ. ഈ കഴിഞ്ഞ ഇന്നലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട സുൽത്താൻ ഹാജി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ശൈഖുന ശറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ്, കടവത്തൂർ ഖാളി സി അബ്ദുള്ള ഉസ്താദ്, ബായർ ഉസ്താദ്, അങ്ങനെ തുടങ്ങിയ ദർവാനി മുഹമ്മദ് മുസ്ലിയാർ, അങ്ങനെ ഞങ്ങളുടെ സ്നേഹികളായ കൊടക് നായിബ് ഖാളി മുഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലുസുന്നയുടെ കാരണവന്മാര്, കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, കുറെ ആലിമീങ്ങൾ, യുവ പണ്ഡിതന്മാര്, പാത്തൂർ സഖാഫിണ്ട്, മള്ളൂര് സയ്യിദ്, സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് ഞങ്ങളുടെ സ്നേഹികൾ, ഇഷ്ടജനങ്ങൾ, എല്ലാവരും PMS തങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ അഹ്ലുസുന്നയുടെ ഖിദ്മത്തിൽ ഇബ്രാഹിംകുട്ടി ഹാജി, സിദ്ദീഖ് ഹാജി, അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ ഉമറാക്കൾ എല്ലാവർക്കും പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാൻ. എല്ലാ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അഅദായികളെ ശർറിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ. ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കൂല, കുറച്ചു പറയുള്ളൂ, കാരണം മഴക്കാലാണല്ലോ. കുറെ ആളുകൾ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, വരുന്ന വഴിയിൽ റോഡുകളൊക്കെ ബ്ലോക്കായിട്ട് വാഹനം പോകാൻ പറ്റാത്ത അവസ്ഥയിൽ റോഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ആ ഭാഗം തന്നെ ബ്ലോക്കായിട്ടുണ്ട്, ഞങ്ങൾക്ക് വരാൻ പ്രയാസമുണ്ട്. സ്ഥിരമായിട്ട് വരുന്നവരാണ്, കഴിഞ്ഞ റമദാനിൽ പോലും മുടക്കിയിട്ടില്ല. അങ്ങനെ പല ആളുകളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിനേറ്റി കൊടുക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഇന്ന് മഴക്കാലം കൂടാണല്ലോ. മഴക്കാലമായതുകൊണ്ട് ദീർഘിച്ചൊന്നും പറയാതെ വളരെ ചുരുക്കി ഹംസ മിസ്ബാഹി ഇവിടെ സംസാരിച്ചു, സിദ്ദീ സഖാഫിയോട് പറഞ്ഞ്, ജബ്ബാർ സഖാഫിയോട് പറഞ്ഞ് അള്ളാഹു എല്ലാവർക്കും ഖബൂൽ നൽകട്ടെ. രോഗങ്ങൾ അള്ളാഹ് ശിഫാക്കി കൊടുക്കട്ടെ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും പ്രസവിക്കപ്പെടുമ്പോൾ ശുദ്ധമായ പരിശുദ്ധമായ പ്രകൃതത്തിലാണ് മക്കൾ ജനിക്കുന്നത്. പിന്നെ അവരെ ജൂതനാക്കുന്നതും നസ്രാനിയാക്കുന്നതും തമ്മാടികളാക്കുന്നതൊക്കെ അവരുടെ രക്ഷിതാക്കളാണ്. അത് ഹബീബായ തങ്ങൾ നമ്മോട് പറഞ്ഞതാണ്. ബാപ്പയും ഉമ്മയും നല്ല വഴിയിലൂടെ മക്കളെ നടത്തിയാൽ ആ മക്കൾ നല്ല വഴിയിലൂടെ വരും. അവര് മോശമായ വഴിയിൽ മക്കളെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയാൽ ആ നിലക്ക് മോശപ്പെട്ടു പോകും. തർബിയത്ത്, ഖൈറായ തർബിയത്ത് അത് നൽകിയില്ല എങ്കിൽ വളരെ ഗുരുതരമായ പ്രയാസങ്ങൾ സമൂഹം ഏറ്റുവാങ്ങേണ്ടി വരും. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാണല്ലോ ഫത്ഹുൽ മുഈൻ അല്ലേ? അങ്ങനെ പറയാം. ആ ഫത്ഹുൽ മുഈനിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅവ്വലു വാജിബിൻ അലൽ ആബാഇ തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന. അവിടെ ഈ ആനത്ത് നോക്കിയാൽ നമ്മൾ കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കുമ്പോൾ ആനത്ത് കൂടി അതിന്റെ മറ്റു കിതാബുകളൊക്കെ കൂടെ കൂട്ടിയിട്ടല്ലേ പറഞ്ഞു കൊടുക്കുക. ഈ ആനത്ത് നോക്കിയാൽ അതിന്റെ ശറഅ നമുക്ക് വായിക്കാൻ പറ്റും. വഅവ്വലു വാജിബിൻ ഹത്താ അലൽ അംരി ബിസ്സലാഹ്. നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ രക്ഷിതാക്കൾക്ക്, രക്ഷകർത്താക്കൾക്ക് ആദ്യമായിട്ട് മുമയ്യിസായ തഅലീമുഹു എന്നുള്ളതിന് അവിടെ അൽ മുമയ്യിസ് എന്നാണ് ശറഅ. മുമയ്യിസായ വകതിരിവുള്ള കുട്ടിക്ക് ആദ്യമായിട്ട് നിസ്കാരത്തെക്കാൾ രക്ഷിതാക്കൾ, രക്ഷകർത്താക്കൾ വിവരം നൽകേണ്ടത് എന്താണ്? വിവരം നൽകേണ്ടത് അന്ന നബിയന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക, മക്കയിൽ അവിടുന്ന് പൂജാതരായി ജനിച്ചു. അതേസമയം വദുഫിന ബിൽ മദീന, മദീനയിൽ വഫാത്തായി. അങ്ങനെയാണ്, അവിടെയാണ് തങ്ങളെ ദഫന ചെയ്തത്. എന്താണ് ഈ വിഷയം ആദ്യമായിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞത്? ബുദ്ധിപരമായിട്ട് തന്നെ അത് പറഞ്ഞാൽ സമയം വൈകിപ്പോയി. ഒരുപാട് പറയാനും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആദ്യമായിട്ട് തങ്ങളെ ഉമ്മാര്, അവിടുത്തെ പിതാവാര്, അവിടുത്തെ ഉപ്പാപ്പമാരാര്, അതൊക്കെ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചേ പറ്റൂ. അത് രക്ഷിതാക്കൾക്ക് കടമയാണ്. പക്ഷേ ഇന്ന് അതിന് ഊന്നൽ നൽകുന്നുണ്ടോ? അതേസമയം ഇന്ന് സിനിമയിൽ ശോഭിച്ചു നിൽക്കുന്ന ആളുകളാര്?
നടന്മാരും നടിമാരുമാരും ക്രിക്കറ്റിന്റെ ഫുട്ബോളിന്റെ മറ്റ് കളികളുടെ നേതാക്കളാര് എന്ന് നമ്മുടെ മക്കളോട് ചോദിച്ചാൽ പ്രയാസമില്ലാതെ ഓരോന്നോരോന്ന് ഹബീബായ തങ്ങളെ ഭാര്യമാരെ എണ്ണിപ്പറയുന്നത് പോലെ ആയിഷത്തും ഹഫ്സത്തും സൗദ എന്നിങ്ങനെ പറഞ്ഞിട്ട് പഴയ കാലത്ത് തങ്ങളെ ഭാര്യമാരെ പേരുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് ബെയ്ത്തുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ന് നടിമാരുടെയും നടന്മാരുടെയും ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള ആളുകളൊക്കെ പേര് പറയാൻ നമ്മളെ മക്കൾക്കാകും. തങ്ങളെ ഉപ്പാപ്പമാരെ പേര് ചോദിച്ചാൽ, അതുപോലുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിക്കൽ ലാസിമായ രക്ഷകർത്താക്കൾക്ക് പഠിപ്പിക്കൽ ഹക്കുള്ള അത് ചോദിച്ചാൽ അത് കുട്ടികൾക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കൾ വടക്കായി പോകുന്നത്, അതുകൊണ്ടാ മോശമായി പോകുന്നത്. തങ്ങളെ സംബന്ധിച്ച് അങ്ങ് വിവരം നൽകിക്കഴിഞ്ഞാൽ മഹാന്മാര് പറഞ്ഞതുപോലെ അല്ലിമു ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്, നിങ്ങളുടെ മക്കൾക്ക് ഹബീബിന്റെ മഹബ്ബത്ത് അറിയിച്ചു കൊടുക്കണം, അത് പഠിപ്പിച്ചു കൊടുക്കണം, അത് മനസ്സിലാക്കി കൊടുക്കണം. തങ്ങളെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ഏറ്റവും കൂടുതൽ ശാരീരികമായ അഅ്മാലുകളിൽ മഹത്വമുണ്ടെന്ന് പറഞ്ഞ പരിശുദ്ധമായ നമസ്കാരം അല്ലേ? അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിരി അസ്വലാ, മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം. അവർ നിസ്കരിക്കുന്നു, മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നു, അവർ നിസ്കരിക്കുന്നില്ല, നിസ്കാരം ഒഴിവാക്കുന്നു, നിസ്കരിക്കുന്നില്ല. ബാഹ്യമായ വ്യത്യാസം. ആ നിസ്കാരം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, തങ്ങളുടെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, പ്രഖ്യാപനങ്ങൾ കുട്ടി അതൊരിക്കലും ഒഴിവാക്കുകയില്ല. നിങ്ങൾ കണ്ടില്ലേ, ഫതുഹുൽ മുഈനിൽ തന്നെ കിതാബു സ്വലാത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഹദീസാണല്ലോ, മുറു ഔലാദക്കും ബിസ്സലാ ഇദാ ബലഅ 7 സിനീന വഇദാ ബലഅ 10 സിനീന ഫദ്രിബുഹും അലൈഹാ. എന്താണ് പറഞ്ഞത്? നിങ്ങൾ കുട്ടികളോട് 7 വയസ്സെത്തിക്കഴിഞ്ഞാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായിട്ടും മക്കൾ നിസ്കരിക്കുന്നില്ല എങ്കിൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ കേടായിട്ട് അടിച്ചുകൊണ്ട് അവരെ നിസ്കരിക്കാൻ നിർബന്ധിക്കണം. അങ്ങനെ പരിശീലിപ്പിക്കണം. അതാണ് ഇസ്ലാം. അങ്ങനെ നല്ല മക്കളായിട്ട് നമ്മുടെ മക്കൾ വളർന്നില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലും നമുക്ക് നാടുകളിലും പരിസര നാടുകളിലും, ഇത് രാജ്യത്തിന്റെ പുറത്തു പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വിഷയങ്ങളാണ്. മുസ്ലിം തറവാട്ടിൽ ജനിച്ചു വളർന്ന പെൺകുട്ടികൾ അന്യപുരുഷന്മാരെ കൂടെ സ്വന്തം മതത്തിൽപ്പെട്ടവന്റെയും അന്യമതത്തിൽപ്പെട്ടവന്റെയും കൂടെ സ്വന്തം ബാപ്പന്റെ വാക്കിനെ ധിക്കരിച്ച്, ഉമ്മനെ മാറ്റിവെച്ച്, കുടുംബത്തെ മാറ്റിവെച്ച് പൈശാചികമായ പ്രേരണയിൽ അകപ്പെട്ടുകൊണ്ട് അന്യപുരുഷന്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ മുസ്ലിം തറവാട്ടിൽ ജനിച്ച പെൺകുട്ടികൾ മുതിരുന്നതിന്റെ ഗൗരവമേറിയ വിഷയമെന്തെന്ന് ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ തുടക്കം മുതലൊന്ന് നോക്കിയാൽ മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ്, അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ഇനി വലിയ നിലയ്ക്ക് ശ്രദ്ധിച്ച് മക്കളെ വളർത്തിയാലും ഇന്നത്തെ സാഹചര്യത്തിന് അടിമപ്പെട്ട് സ്വകാര്യതയിലൂടെ മക്കൾ വഴിമാറിപ്പോകുന്ന അവസ്ഥകളും പലതും കാണുന്നു. അതുകൊണ്ട് നമുക്കൊന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുനോട്ടം, അവിടുത്തെ നദർ, അവിടുത്തെ പിടുത്തം, അത് നമ്മിലും കുടുംബത്തിലും നമ്മുടെ വിഷയങ്ങളിലും ഉണ്ടാകും എന്ന ഒരു വലിയ ഈമാൻ നമുക്കുണ്ടാകണം. അതിന് ചെറിയ മക്കൾക്ക് ചെറുപ്രായത്തിൽ തന്നെ തമ്മാടികളെ പരിചയപ്പെടുത്തുന്നതിന് പകരം മോശപ്പെട്ട ആളുകളെ പരിചയപ്പെടുത്തി അവരെ പേരും അവരുടെ തരീഖും സ്വീകരിക്കുന്നതാ മനസ്സിലാക്കുന്നതിന് പകരം
ഹബീബായ തങ്ങളെ സ്നേഹിക്കാനും തങ്ങളുമായി ബന്ധപ്പെട്ട ദീനിന്റെ വിഷയങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ നാം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി പറഞ്ഞ് പരിശുദ്ധരായ തങ്ങൾ പറഞ്ഞല്ലോ, ഈ ദുനിയാവ് ഒന്നുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആര് പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തി പറഞ്ഞാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അർഹമുർറാഹിമായ റബ്ബേ, നീ ഞങ്ങളെ കബൂലാക്കണം, നിന്റെ ഹബീബായ തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് കിട്ടണം. അതിനുള്ള മജ്ലിസായി ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. അതിനുവേണ്ടി നാം ശ്രമിക്കുമ്പോൾ ഈ ദുനിയാവിലെ ജീവിതം വളരെ കുറഞ്ഞ കാലേ ഉള്ളൂ, വളരെ ചുരുക്ക സമയമേ ഉള്ളൂ. ഇത് അവസാന കാലഘട്ടം. നമുക്ക് മരിക്കണ്ടേ? ഒരു ദീർഘമായ യാത്രയ്ക്ക്, ഒരു ദീർഘമായ ലോകത്ത് നമുക്ക് കഴിഞ്ഞുകൂടേണ്ടതില്ലേ? പാരത്രിക ലോകമാകുന്ന ആഖിറം, ആ ആഖിറത്തിലെ മറന്നുകൊണ്ടുള്ള ജീവിതം മുസ്ലിമിന് പറ്റില്ല. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതാഅ അമലുഹു ഇല്ലാ മിൻ സലാസ് സ്വദഖത്തുൻ ജാരിയ വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴികെ അവനിക്ക് മുറിഞ്ഞുപോയി. അതിൽപ്പെട്ട ഒന്നാണ് ജാരിയായ സ്വദഖ, അതുപോലെ ഒന്നാണ് സ്വാലിഹായ മക്കൾ. സ്വാലിഹായ മക്കൾ, നല്ല മക്കൾ. നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മ ഓർമ്മിച്ച് നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, തഹ്ലീല് ചൊല്ലുന്ന, സ്വദഖ ചെയ്യുന്ന, നമ്മെ സിയാറത്ത് ചെയ്യുന്ന, നമ്മുടെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന, ആഖിറത്തിലേക്ക് സവാബുകൾ ഇങ്ങനെ ലഭ്യമായി കൊണ്ടിരിക്കുന്ന നല്ല സന്താനങ്ങൾ, അത് മുറിയാത്ത അമലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ, ഓ രക്ഷിതാക്കളെ, ഈ ഭൗതികതയുടെ പിറകിലുള്ള ഓട്ടം മാറ്റിയിട്ട് അല്ലാഹുവിനെ ചിന്തിച്ച് ആത്മീയമായ ഒരു ചിന്ത, ആത്മീയമായ ഒരു റൂട്ട്, ആ റൂട്ടിലൂടെ സ്വാലിഹീങ്ങളെ സ്നേഹിച്ച് അവരെ പിന്തുടർന്ന് അവരെ ആദരിച്ച് അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ കുടുംബത്തിലുണ്ടാക്കാൻ നാം ശ്രമിക്കണം. മറക്കരുത്, മറ്റ് ഹറാമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളെ സ്നേഹിച്ച് അവരെ പേരും അവരുമായിട്ടുള്ള ബന്ധവും അവരുമായിട്ടുള്ള ഇടപെടലും നമ്മുടെ കുടുംബത്തിലുണ്ടായി കഴിഞ്ഞാൽ അത് മൊബൈലിന്റെ ദുരുപയോഗത്തിലൂടെ, അതുപോലുള്ള മറ്റു ദുരുപയോഗങ്ങളിലൂടെ ഏത് രൂപേണ ഉണ്ടായാലും നമ്മുടെ കുടുംബത്തിന് നാശമാണ്, നമുക്ക് നാശമാണ്, നമ്മുടെ ആഖിറം നഷ്ടത്തിലാണ്. പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനം നാം മറക്കാതിരിക്കുക. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ മാത്രമല്ല അഹലുകാരുടെ ശരീരങ്ങളെയും നരകത്തിനെ തൊട്ട് സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോടും അതാ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, കൽപ്പിച്ചിട്ട് അംഗീകരിക്കാൻ ഹക്കുള്ളവരാണ് മുസ്ലിംകളായ നാം എന്ന് മറക്കാതിരിക്കുക. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ടൊന്നും പറയാതെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന എത്രയോ ആളുകൾ ട്രെയിൻ മാർഗം എത്തിയ, ഇന്ന് ഈ സദസ്സിലെത്തിപ്പെട്ട ചെന്നൈ, മദ്രാസ്, കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ കണ്ടു കാണും, മഅ്രിബിന്റെ തൊട്ടു മുമ്പായിട്ട് ചിക്മംഗ്ലൂരിൽ നിന്ന് വയറ്റിൽ ക്യാൻസർ പിടിപെട്ട് വേദന കൊണ്ട് പടഞ്ഞ് വലിയ നിലക്ക് സൗണ്ട് ഉണ്ടാക്കിയ ആ ചെറുപ്പക്കാരൻ, റഹ്മുർ-റഹീമായ അല്ലാഹ്, ആര് ക്യാൻസറടക്കം രോഗത്താൽ വിഷമിച്ച് ദൂര ദിക്കുകളിൽ നിന്ന് വാഹനങ്ങളിൽ പ്രയാസപ്പെട്ട് എത്തി ഈ മജ്ലിസിനെ പ്രതീക്ഷിച്ച് ഇവിടെ കഴിയുന്നുണ്ട്. നിന്റെ ഹബീബിനെ കൊണ്ട് നീ ശുഭ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഓ മുസ്ലിമീങ്ങളെ, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കാതെ
ജീവിതത്തിൽ കളവ് പറയാതെ, അഴിബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും അല്ലാതെയും പറയാതെ, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്താതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ, മുസ്ലിം പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, വാട്സപ്പിന്റെ ദുരുപയോഗം കാരണമാണ് ഇന്ന് പല പെൺകുട്ടികളും അന്യപുരുഷന്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെടാൻ കാരണമായിട്ടുള്ളതെന്ന റിപ്പോർട്ടുകളാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് കിട്ടിയ വിവരങ്ങൾ. ഈ പെൺകുട്ടിയുമായി ഇവൻ സഞ്ചരിക്കുന്നതും നടക്കുന്നതും കറങ്ങുന്നതും അവളുടെ നഗ്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഇവന്റെ സൂക്ഷിപ്പിലുണ്ടാകുമ്പോൾ ആ സൂക്ഷിപ്പ് ഈ പെൺകുട്ടിയെ ബുദ്ധി കുറഞ്ഞ, പക്വത കുറഞ്ഞ, ചിന്ത കുറഞ്ഞ് ഈ പെൺകുട്ടിയെ അതിന്റെ പേരിൽ അത് മുന്നിൽ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് സ്വന്തം കുടുംബത്തെ മുഴുവനും ഇട്ടേച്ചുകൊണ്ട് അന്യപുരുഷന്റെ, അന്യമതക്കാരന്റെ ഉൾപ്പെടെ ഇറങ്ങിപ്പുറപ്പെടുന്ന മുസ്ലിം പെൺകുട്ടികൾ ജാഗ്രതരാകണം. ഇന്ന് കലാലയങ്ങളുടെ പേര് പറഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താത്ത നിലയ്ക്ക് അങ്ങ് കയറൂരി വിട്ടിട്ട് ഇഷ്ടാനുസരണം യാത്ര ചെയ്യാനും, എവിടെ പോകാനും, എവിടെ വേണമെങ്കിലും കറങ്ങാനൊക്കെ രക്ഷിതാക്കൾ നൽകുന്ന സ്വാതന്ത്ര്യം അവരെ വലിയ അപകടത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്ന് നാമൊക്കെ അറിയുന്നതും ഓർക്കുന്നതും മറക്കാതിരിക്കുന്നതും നമ്മുടെ ദുനിയാവിന്റെ ആഖിറത്തിലെ നന്മക്ക് നല്ലതാണെന്ന് മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു പുത്തൻ കക്ഷികളിലും അകപ്പെടാതെ മുസ്ലിം ചെറുപ്പക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന 7ാം ക്ലാസ് മുതൽ മുകളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇന്ന് ലഹരിക്ക് അടിമകളാണെന്ന റിപ്പോർട്ടുകളാണ് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ മക്കൾക്ക് നല്ലൊരു മാറ്റം, ഒരു ദീനിയായ ചൈതന്യം അവർക്ക് ഉണ്ടാകണമെങ്കിൽ ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട്, സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട്, ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ മഹബത്തും മദഹും അതുമായിട്ട് നാം ഇടപെടുന്ന സാഹചര്യം നമ്മിൽ മക്കൾ കണ്ടെങ്കില്, നമ്മുടെ വീട്ടിൽ മക്കൾ കണ്ടെങ്കില് ഇത്തരം മജ്‌ലിസുകൾ നടക്കുമ്പോൾ ആ മജ്‌ലിസിലേക്ക് വരാൻ നാം കാണിക്കുന്ന ആവേശം നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയെങ്കിലേ അവരും ഈ ഖൈറിന്റെ വഴിയിലെത്തുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ദുഷിച്ച, അറികെട്ട തോന്നിവാസങ്ങളിൽ അകപ്പെട്ട് നാടിനും സമൂഹത്തിനും നമുക്കും അവർക്കും തീരാ നഷ്ടമാകുന്ന നിലക്ക് ആയിപ്പോകുമെന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അല്ലാഹു